ഈ കേസിലെ പരാതിക്കാരനായ ശ്രീ ഷോൺ ജോർജ്, BJP നേതാവ് ശ്രീ ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷോൺ, ഇപ്പോൾ ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണല്ലോ. കർത്ത ഹാജരാകാൻ മടിച്ചിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത്. തിടുക്കപ്പെട്ട് ഇപ്പോൾ ED പോകുമെന്നുള്ളൊരു പ്രതീക്ഷ താങ്കൾക്കുണ്ടായിരുന്നോ? ഇപ്പോൾ കർത്ത വന്നില്ലെങ്കിൽ അങ്ങോട്ട് ഞങ്ങൾ വന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ED കർത്തയുടെ വീട്ടിൽ ചെല്ലുന്നത്, കർത്തയുടെ ഒരു ഹർജി ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലുള്ളതാണല്ലോ, ഈ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒഴിവ് വേണമെന്ന്. അവര് ഇപ്പോൾ നടത്തിയിട്ടുള്ള ലീഗൽ മൂവ്മെന്റ്സ് എല്ലാം എങ്ങനെയും അന്വേഷണത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. അവര് ഡൽഹി ഹൈക്കോടതിയിട്ട് ഫയൽ ചെയ്തിട്ടുള്ള പെറ്റീഷന്റെ കോപ്പി ഇന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്കത് മൊത്തം വായിക്കാൻ പറ്റില്ല, എലക്ഷൻ രംഗത്താണ്. എങ്കിൽ പോലും എനിക്ക് അതൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവര് ആവശ്യപ്പെടുന്നത് തന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് കൊടുത്ത മൊഴികൾ പുറത്തു വരാൻ പാടില്ല, ആ മൊഴികള് EDക്ക് കൈമാറാൻ പാടില്ല. അത് ഓൾറെഡി PCIT, അതായത് പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ അവരെടുത്തിട്ടുള്ള മൊഴികളുടെയും കോപ്പികൾ EDക്ക് കൈമാറാൻ പാടില്ല. അത് എന്ത് ന്യായീകരണമാണ് പറയുന്നത്? ഇപ്പൊ ഓൾറെഡി ഞാൻ അവര് പറയുന്നത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി പ്രകാരം സെക്ഷൻ 145 അനുസരിച്ച് ഒരു കാരണവശാലും ഇത് ഹാൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള അവിടെ അവർക്ക് എന്ത് ന്യായീകരണമാണ് അതിനകത്ത് പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം, അവരങ്ങനെ ഇടപെടാനുള്ള കാരണം, ഇങ്ങനെ ഒരു ഹർജി കൊടുക്കാൻ കാരണം, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിൽ ഇവർ കാര്യങ്ങളെല്ലാം സമ്മതിച്ചതാണല്ലോ അല്ലേ? ഈ ചീഫ് ഫിനാൻസ് ഓഫീസറുടെ ഒക്കെ മൊഴി ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ അതേ മൊഴി തന്നെ EDക്ക് നൽകേണ്ടി വരും. അതിൽ നിന്ന് വിരുദ്ധമാണെങ്കിൽ അവിടെ EDയുടെ പിടി വീഴും. ആ ഒരു പേടിയിലല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു ഹർജി കൊടുത്തിരിക്കുന്നത്, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് കൊടുത്തിരിക്കുന്ന മൊഴി EDക്ക് കൈമാറരുതെന്ന്? അത് ഇപ്പൊ അവർക്കുള്ളൊരു പ്രതിസന്ധി, അവർ കൊടുത്ത മൊഴികൾ ആവർത്തിക്കപ്പെട്ടാൽ മുഖ്യമന്ത്രിയും മകളും പ്രതിസ്ഥാനത്തേക്ക് വരികയാണ്. നേരെ മറിച്ച് അവര് കൊടുത്ത മൊഴി തിരുത്തപ്പെട്ടാൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ ക്യാൻസൽ ആകുകയാണ്. ഏത് തന്നെയാണെങ്കിൽ ഒന്നെങ്കിൽ മുഖ്യമന്ത്രി മകളും പ്രതിയാവും, ഇല്ലെങ്കിൽ കർത്ത പ്രതിയാവും. ഇത് രണ്ടും ഇവിടെ ബാധകമായ ഒരു കാര്യമാണ്. ഇവിടെ ഒരു നല്ല ട്രാപ്പ് അവരെ തപ്പിയിരിക്കുന്നത്. അവർ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിൽ പറഞ്ഞിട്ടുള്ള മൊഴികൾ തെറ്റാണെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള 135 കോടി രൂപയുടെ തിരിമറിയും അവർ അംഗീകരിക്കേണ്ടി വരും. ഇപ്പോൾ സർക്കാരിലേക്ക് തന്നെ 18 കോടി രൂപ, അതായത് KSIDCയുടെ ഷെയറുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ ഉൾപ്പെടെ കബളിപ്പിച്ച കേസിൽ അവർക്ക് ഇനിയും സമാധാനം പറയേണ്ടതായിട്ട് വരും. അത് കർത്ത മറ്റൊരു ക്രിമിനൽ കേസിലും കൂടെ പ്രതിയാവുന്ന സാഹചര്യം ഉണ്ടാവും. നേരെ മറിച്ച് അവരവരുടെ മൊഴിയിൽ ഉറച്ചു നിന്നാൽ മുഖ്യമന്ത്രിയും മകളും പ്രതിയാവും. ഇത് രണ്ടിനും ഇടയിൽ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാൻ മേലാത്ത സാഹചര്യമാണ് ഉള്ളത്. അല്ല, അവർ കൊടുത്ത ഈ മൊഴി തന്നെ 2 എണ്ണം ഉണ്ടെന്ന് മുമ്പ് ഈ CPMന്റെ ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആദ്യം ഇങ്ങനെ മൊഴി കൊടുത്തു, അതായത് സേവനമൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് അത്തരം ഒരു സേവനം ഇവിടെ ആവശ്യമില്ലായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ മൊഴിയായിട്ട് കൊടുത്തു. പക്ഷെ പിന്നീട് അതിൽ മാറ്റം വരുത്തിയിരുന്നു തെളിവെടുപ്പ് നടക്കുമ്പോൾ എന്നാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്? മാറ്റം വരുത്തിയത് ഈ ഹൈക്കോടതിയിൽ ഇവര് കേസ് CMRലെ കേസ് തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത ഹർജിയിൽ അഫിഡവിറ്റിൽ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും അല്ലാതെയും ഒക്കെ കൊടുത്ത മൊഴികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേസുകൾ ടെക്നിക്കൽ എക്സ്പെർട്ടൈസുകൾ കൊടുത്ത മൊഴികളല്ല എന്ന് അവർ സമർത്ഥിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർ അവിടെയും കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ അതൊരു എന്നാ പറയുന്നത്, ഒരു ഫോൾസ് ഡിസിഷനാണ് അവരന്ന് ചെയ്തത്. ഇപ്പോ ഏത് വിധേനയും ഇവിടെ രണ്ട് കാര്യങ്ങളാണ് മുമ്പിലുള്ളത്. ഒന്ന് മറ്റേ ശശിധരൻ കർത്തയെ രക്ഷിക്കുക, 2 മുഖ്യമന്ത്രിയെ മകളെ രക്ഷിക്കുക. ഇത് ഒരാളെ രക്ഷിക്കാൻ പോകുമ്പോൾ അടുത്തയാൾ കൊടുക്കും, അടുത്തയാളെ രക്ഷിക്കാൻ പോകുമ്പോൾ കർത്ത കൊടുക്കും. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ. ഈ സ്വാഭാവികമായിട്ടും അടുത്ത അന്വേഷണം വരേണ്ടത് എക്സാലോജിക്കിന്റെ ഉടമയിലേക്കാണല്ലോ അല്ലേ? അപ്പോൾ കർത്തയിൽ നിന്ന് അല്ല, ഈ തുടക്കത്തിൽ തന്നെ ആ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിരുന്നു. അടുത്ത ശശിധരൻ കർത്ത കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ചെയ്യപ്പെടേണ്ടത് വീണ വിജയനാണ്. അത് അന്വേഷണ ഏജൻസി ആണ് തീരുമാനമെടുക്കേണ്ടത്. മാത്രമല്ല അത് എപ്പോഴെങ്ങനെയാണെന്നൊക്കെ തീരുമാനമെടുക്കേണ്ട അന്വേഷണ ഏജൻസിയാണ്. ഇപ്പൊ എന്ത് കാര്യത്തിലും ഞാൻ പറയല്ല, ഞാനൊരു പരാതിക്കാരൻ മാത്രമെന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇലക്ഷൻ കഴിഞ്ഞ് അത്തരത്തിലുള്ള നടപടിയിലേക്ക് ED പോകാവുള്ളേ എന്നാണ് എന്റെ മനസ്സിലുള്ള ആഗ്രഹം. കാരണം അല്ലെങ്കിൽ അതിനെല്ലാം രാഷ്ട്രീയം കാണുമല്ലോ. കാരണം അതിനെല്ലാം രാഷ്ട്രീയത്തെ ഇപ്പൊ ഒരു ഏജൻസിക്ക് അവർക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാതെ കൂടുതൽ ലീഗൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതെ, ഇപ്പൊ ഡൽഹി ഹൈക്കോടതിയിൽ അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും വീണയിലേക്ക് വരുമ്പോൾ വീണ ഇപ്പൊ കോടതിയിൽ അപ്രോച്ച് ചെയ്യും. അപ്പോൾ ഒന്ന് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ അപ്രോച്ച് ചെയ്ത് അത് പരാജയപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ പോലും സ്വാഭാവികമായും അവരും കോടതിയിലേക്ക് പോകും. അപ്പം കൂടുതൽ ലീഗൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ED ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ വ്യക്തിപരമായി ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ ഇതിന്റെ അന്തിമ നീതി
ഇതിന്റെ ഏറ്റവും അവസാനം എന്റെ ആകണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിനെക്കുറിച്ച് ബോധ്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ലീഗൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതെ ആക്ട് ചെയ്യാൻ ഇഡിക്ക് കഴിയും. പക്ഷേ ഇപ്പൊ ഇവിടെ എന്ത് പറഞ്ഞാലും ഈ 26-ാം തീയതി വരെ ഈ രാജ്യത്ത് എന്ത് പറഞ്ഞാലും അതിനെല്ലാം രാഷ്ട്രീയം പറയും. ആ രാഷ്ട്രീയം പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് 26-ാം തീയതി കഴിഞ്ഞ അത്ര നടപടിയിലേക്ക് അവർ പോകാവുള്ളേ എന്നാണ് എന്റെ ഒരു പ്രാർത്ഥന. ഈ മറ്റൊരു അന്വേഷണം കൂടി നടക്കുന്നുണ്ടല്ലോ, SFIOയുടെ അന്വേഷണം. അതെവിടെ വരെ എത്തി? അതിനിടയ്ക്കാണല്ലോ ED അന്വേഷണം വന്നത്. SFIOയുടെ അന്വേഷണത്തെ സംബന്ധിച്ച് അവിടെ മണി ലോണ്ടറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ വിഷയത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി അന്വേഷിക്കാൻ കഴിയുന്ന ഡിപ്പാർട്ട്മെന്റ് ED ആണ്. SFIയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ SFIക്ക് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഏത് ഏജൻസിയും അവരുമായി സഹകരിപ്പിക്കാം. SFIയുടെ ഡയറക്ഷൻ പ്രകാരം തന്നെയാണ് ഇപ്പൊ ഈ കേസിലേക്ക് EDയുടെ എൻട്രൻസ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഇനി മൂന്നാമത് CBIയും ഈ കേസിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിന്റെ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അഴിമതിയാണ്. അത് ആരൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട്, അഴിമതി എന്തൊക്കെ നടന്നിട്ടുണ്ട്, അതിന്റെ പുറകിൽ എന്തൊക്കെ കൊള്ളകൾ നടന്നിട്ടുണ്ട്, അതുകൂടാതെ ഇവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുള്ള കോടാനുകോടി വിലയുള്ള കരിമണൽ അത് എന്ത് ചെയ്യപ്പെട്ടു, അതിനകത്ത് അറ്റോമിക് എനർജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അറ്റോമിക് പാർട്ടിക്കിൾസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. അതൊക്കെ എങ്ങോട്ട് പോയി, ആർക്ക് കൊടുത്തു, രാജ്യസുരക്ഷതൊക്കെ ബാധകമായിട്ടുണ്ടോ, ഇതെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും അന്വേഷിക്കേണ്ടതുമാണ്. പക്ഷേ ശ്രീ ഷോൺ, SFIOയ്ക്ക് മുന്നിൽ ഒരു തടസ്സവുമില്ല. കർണാടക ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായിട്ടും SFIOയ്ക്ക് അനുകൂലമാണ്. പക്ഷെ അവിടെ നിന്ന് എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് SFIO? ഏതൊക്കെ തലത്തിൽ ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ട്? കാര്യമായി മുന്നോട്ട് പോയിട്ടില്ലല്ലോ. അല്ല, SFIയുടെ അന്വേഷണങ്ങൾ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. അത് യാതൊരു തടസ്സങ്ങളുമില്ല. അവർ കൃത്യമായി ഡോക്യുമെന്റ് SFIയും EDയും രണ്ട് സ്വഭാവമുള്ള ഏജൻസികളാണ്. EDക്ക് ഇപ്പൊ പ്രേക്ഷകർക്ക് കണ്ടു ചിരിക്കാനും കൈയടിക്കാനും ഒക്കെ കൊള്ളാവുന്ന ഒരു ഏജൻസിയാണ് ED എന്ന് വേണേൽ ഒരു തമാശയ്ക്ക് വേണേൽ പറയാം. പക്ഷെ SFIയുടെ രീതികളും SFI നമ്മുടെ ഒരു സിവിൽ കേസും ക്രിമിനൽ കേസും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെ SFIയുടെ രീതികളും ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. അവർ മറ്റൊരു മോഡൽ കേസ് അന്വേഷിക്കുന്നവരാണ്. അവർ കൂടുതൽ ഡോക്യുമെന്റേഷനിലും ഡോക്യുമെന്റ് കളക്ഷനിലും ശ്രദ്ധിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ SFIയുടെ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ, ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് SFIയുടെ അന്വേഷണം എവിടെയും തടസ്സപ്പെട്ടിട്ടില്ല. SFIയുടെ അന്വേഷണം ഓൺ ഗോയിങ് ആണ്. പക്ഷേ ED അന്വേഷണത്തിന് പലപ്പോഴും തടസ്സമാവുന്നത് ഈ നിയമ നടപടികളാണ് അല്ലേ? ഇപ്പോൾ ഇവർ തുടർച്ചയായിട്ട് കോടതികളെ സമീപിക്കുന്നു. തീർച്ചയായിട്ടും